നമസ്കാരം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വരുന്നത് ഈ കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ജയശങ്കർ എനിക്കെതിരായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് സോഷ്യൽ മീഡിയയിൽ ഇടുകയുണ്ടായി. എന്നെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ടും PC ജോർജിനെ പുകഴ്ത്തി കാണിച്ചുകൊണ്ടുമുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണത്. ആ മാന്യദേഹത്തോട് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്, PC ജോർജിന്റെ കയ്യിൽ നിന്നോ അല്ലെ മറ്റാരുടെയും കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി അച്ചാരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ അച്ചാരമൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി, അത് എന്നോട് വേണ്ട എന്നാണ്. ഞാൻ കേരള നിയമസഭയിലേക്ക് എത്തിയത് പൂഞ്ഞാറിലെ ജനങ്ങളുടെ അംഗീകാരം നേടി തന്നെയാണ്, അല്ലാതെ ഓട് പൊളിച്ച് നിയമസഭയ്ക്കകത്ത് ഇറങ്ങിയ ആളല്ല. ഞാൻ കഴിഞ്ഞ 10-35 വർഷമായിട്ട് പൊതുരംഗത്ത് നിൽക്കുന്നുണ്ട്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ 16 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 16 തെരഞ്ഞെടുപ്പിലും ജയിച്ചത് ജനങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം കിട്ടിയിട്ടാണ്. അത്വധ്വാനം ചെയ്ത് ഓരോ തവണയും ഏൽക്കുന്ന ചുമതലകൾ വളരെ കൃത്യമായും ഭംഗിയായും ജനങ്ങൾക്ക് ബോധ്യമാകത്തക്ക നിലയിലും ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിലും നടത്തിയത് കൊണ്ട് തന്നെയാണ് ഓരോ തവണയും ജയിച്ചത്. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ കാര്യങ്ങൾ നടത്തണം എന്ന് എനിക്ക് ക്ലാസ് എടുക്കാനൊന്നും അഡ്വക്കേറ്റ് ജയശങ്കർ പോരണ്ട. ഇദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റും എനിക്ക് ആ കാര്യത്തിൽ ആവശ്യമില്ല എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം വക്കീലാണെന്നാണ് പറയുന്നത്. ഞാനും വക്കീലാണ്. നിങ്ങൾ വക്കീലന്മാർക്ക് 2 രീതിയിലുള്ള അഭിപ്രായ പ്രകടനവും വാദഗതികളുമുണ്ട്. ഒന്ന്, 2 വശവും കേട്ടിട്ട് അത് പരിശോധിച്ച് നീതിപൂർവവും നിഷ്പക്ഷവുമായ വിലയിരുത്തൽ, വിധി തീർപ്പ്. അല്ലെങ്കിൽ ആരുടെയെങ്കിലും പക്ഷം ചേർന്ന് അവരോട് പണം വാങ്ങി, ഫീസ് വാങ്ങിക്കൊണ്ട് അവർക്ക് വേണ്ടി നടത്തുന്ന വാചക കസാക്ക്. ഇത് 2 ഞങ്ങൾ വക്കീലന്മാർ ചെയ്യുന്നു. ഇക്കാര്യത്തിൽ മാധ്യമപുങ്കവനായ അഡ്വക്കേറ്റ് ജയശങ്കർ ചെയ്തിരിക്കുന്നത് ഞാൻ രണ്ടാമത് പറഞ്ഞ രീതിയിലുള്ളതാണ് എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. കരിനിലംപശ്ചിമ റോഡിന്റെ സ്ഥിതി എന്ന് പറയുന്നത്, അത് ഫണ്ട് അനുവദിച്ചിരുന്ന ടെൻഡർ നടന്നൊരു കോൺട്രാക്ടർ എടുത്ത ഒരു KV തോമസ് എന്ന് പറയുന്ന ആള്, അയാൾ പണി ഉപേക്ഷിച്ച് ഉഴപ്പ് ഇട്ടിട്ട് പോയി കഴിഞ്ഞ് പലതവണ റീടെൻഡർ ചെയ്തിട്ടും ആരും എടുക്കാൻ തയ്യാറായില്ല. അപ്പൊ അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അടക്കമുള്ള തടസ്സങ്ങളും വന്നു. അപ്പൊ ആ സന്ദർഭത്തിൽ അയാളെ ടെർമിനേറ്റ് ചെയ്തിട്ട് പുതിയ റിവൈസ്ഡ് ഡയസിന് വേണ്ടി ഗവൺമെന്റിൽ കൊടുത്തിരിക്കുക. കാരണം തുകയും കൂടുതൽ വേണം. ആദ്യം അനുവദിച്ച തുകയേക്കാൾ കൂടുതൽ തുക വേണം. അങ്ങനെ ഒരിക്കൽ അനുവദിച്ചിട്ട് നടക്കാതെ വരുമ്പോൾ അധിക തുക കൂടുതൽ സർക്കാർ ബാധ്യത വരുമ്പോൾ അതിന് കൂടുതൽ സങ്കീർണമായ നടപടിക്രമങ്ങളും പരിശോധനയുണ്ട്. അതെല്ലാം ആരുടെയും തന്തയ്ക്ക് വിളിക്കുകയോ കുത്തിന് പിടിക്കുകയോ ചെയ്താൽ മാറ്റിവെച്ച് AS റിവൈസ് ചെയ്ത് തരികയല്ല. അതിനുള്ള പ്രൊസീഡിങ്സിന് വേണ്ടി നിരന്തരം ഫോളോ അപ്പുമായിട്ട് പുറകെ നിൽപ്പുണ്ട്. ഒരു പരിധിവരെയൊക്കെ അവിടുത്തെ ജനങ്ങൾക്കും അത് ബോധ്യമുണ്ട്. ഞാനത് പറയാൻ കാര്യം, ആ റോഡ് കരിനിലം കച്ചവും കുഴിമാവ് റോഡ് കടന്നു പോകുന്നത് മുണ്ടക്കയം കോരുത്തോട് പഞ്ചായത്തിലെ ഏതാണ്ട് 9-10 വാർഡുകളിലൂടെയാണ്. ഇത്രയും വാർഡുകളിലൂടെ കടന്നു പോകുന്നിടത്ത് ത്രിതല പഞ്ചായത്ത് മെമ്പർമാരായിട്ട് 10-12 പേരുണ്ട്. അതിൽ ഭൂരിപക്ഷം പേരും UDF-കാരാണ്. കോരുത്തോട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡ് ഉൾപ്പെടെ അവരും UDF-ആണ്. പക്ഷേ ഈ സമരത്തിന്, ഈ ജയശങ്കർ വലിയ വാഴ്ത്തിപ്പാടുന്ന സമരത്തിന് വന്നത് എത്ര പേരാണെന്നറിയാവോ? കേവലം 30 പേര്. ഇല്ലെങ്കിൽ തെളിവ് ഞാൻ തരാം, അല്ലെ വീഡിയോ ഞാൻ തരാം, സംശയമുണ്ട്, അല്ലെ പോലീസിന്റെ വീഡിയോ ഉണ്ട്, പരിശോധിക്കാം. 2 ജനപ്രതിനിധികൾ, 2 തെറ്റിദ്ധരിക്കപ്പെട്ട വനിതാ ജനപ്രതിനിധികൾ. അതല്ലാതെ ഒരാളും ആ സമരത്തിലേക്ക് വന്നില്ല. അതാണ് ജയശങ്കറിനെ പോലെ ഒരാൾ ഇത്ര കൊട്ടിഘോഷിക്കുന്നത്. കാരണം ആ റോഡ് നന്നാക്കാൻ വേണ്ടി ഞാൻ അശ്രാന്ത പരിശ്രമം നടത്തുന്നുണ്ടെന്ന് ആ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഏറ്റവും പെട്ടെന്ന് തന്നെ നടത്തിക്കൊടുക്കും. അതെന്റെ ചുമതലയാണ്. അതേക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട് വേറെ ചില കാര്യങ്ങളോട് സൂചിപ്പിക്കാം. ഈ നിയോജക മണ്ഡലത്തിൽ ഞാൻ MLA ആയിട്ട് 3 കൊല്ലം കഴിഞ്ഞു. ഈ കാലയളവിനുള്ളിൽ ഏതാണ്ട് 150ഓളം PWD റോഡുണ്ട്. ഈ 150ഓളം PWD റോഡിൽ ഞാൻ MLA ആകുമ്പോൾ 90% റോഡും തകർന്നു കിടക്കായിരുന്നു. സംശയമുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഒന്ന് പരിശോധിക്കാം. ഈ 90% റോഡും തകർന്നു കിടന്നത് ഇന്ന് നേരെ തിരിച്ച് ഈ 3 കൊല്ലം കഴിയുമ്പോൾ അതിൽ 4-5 റോഡ് ഒഴികെ, ഈ കരിനിലം പശ്ചിമ റോഡ് ഒഴികെ ഒരു കൈവിരലിൽ എണ്ണാവുന്ന റോഡ് മാത്രമേ ഉള്ളൂ ഗതാഗത ബുദ്ധിമുട്ടുള്ളത്. ബാക്കി എല്ലാ റോഡും മനോഹരമായിട്ട് നന്നാക്കി പുതുതായിട്ട് 10ഓളം BMBC റോഡ്. നേരത്തെ BMBC റോഡ് ഒറ്റ ഒരെണ്ണം ഇല്ലായിരുന്നു. ഇപ്പൊ 10 BMBC റോഡുണ്ട്. ഈ നിലയിലേക്ക് 3 വർഷം കൊണ്ട് മാറി. അതായത് വലിയ സാമ്പത്തിക പ്രയാസമുള്ള കാലമാണ്. കോവിഡിന്റെ കാലമായിരുന്നു. പ്രളയങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനെയെല്ലാം അതിജീവിച്ച്, ഇതിനെല്ലാം മറികടന്നാണ് ഇത്രയേറെ വികസനം ഇവിടെ നടത്തിയത്. ഇതൊന്നും കാണാതെ സാങ്കേതിക പ്രശ്നമുള്ള ഒരു റോഡിന്റെ കാര്യത്തിൽ ഏതാനും ആളുകൾ നടത്തിയ ഒരു സമരത്തെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു MLAയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും മോശമാണെന്ന്, അയാൾ കഴിവുകെട്ടവനാണ് എന്നും ജനങ്ങൾക്ക് പറ്റിയ കയ്യബദ്ധമാണ് എന്ന് പറയുമ്പോൾ
അതിന്റെ പിന്നിൽ അടങ്ങിയിരിക്കുന്ന ചേതോവികാരം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പൂഞ്ഞാറിലെ ജനങ്ങൾക്കുണ്ട് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക. ഇനി ഇദ്ദേഹം വലിയ പുകഴ്ത്തി പറഞ്ഞ മാധ്യമപൊങ്കവനായ ജയശങ്കർ വലിയ പുകഴ്ത്തി പറഞ്ഞ PC ജോർജിന്റെ ചില വികസന നേട്ടങ്ങൾ കൂടി ഞാനൊന്ന് സൂചിപ്പിക്കാം. ഈരാറ്റുപേട്ട വാഗമൺ റോഡ് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് റോഡാണ്. ആ റോഡ് കഴിഞ്ഞ 30 വർഷമായിട്ട് തകർന്നു കിടക്കുകയാണ്. ഒരു വാഹനത്തിനും പോകാതെ നിങ്ങളുടെ വീഡിയോയിൽ പറയുന്നത് പോലെ നടുവൊടിയുക മാത്രമല്ല അതിനപ്പുറത്ത് കിടപ്പിലായി പോകുന്ന രീതിയിലായിരുന്നു ആ റോഡിന്റെ സ്ഥിതി. അതിന് 2016-17 64 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അന്ന് ആരായിരുന്നു MLA? 16-17 കഴിഞ്ഞ് 2021 വരെ PC ജോർജ് MLA. റോഡ് നന്നാക്കാൻ പറ്റിയോ? പണം അനുവദിച്ചിട്ട് നന്നാക്കാൻ പറ്റിയില്ല. നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനോ റീടാറിങ് വെല്ലുവിളിക്കുന്ന ഞാൻ. അപ്പോ അതിനുശേഷം ഞാൻ വന്നതിന് ശേഷം റോഡ് റീടാർ ചെയ്ത് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതായത് പിന്നെ പൂഞ്ഞാർ ഗവൺമെന്റ് LP സ്കൂള് 125 വർഷമായ സ്കൂളാണ്. പൂഞ്ഞാർ രാജകുടുംബം തുടങ്ങിയ സ്കൂളാണ്. ആ സ്കൂളിന് 2016-17 പുതിയ കെട്ടിടം പണിയാൻ ഫണ്ട് അനുവദിച്ച ഒന്നും നടന്നില്ല. ആ ഫണ്ട് ചെലവഴിച്ച് ആ കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. വികസന നായകനായ ആരുടെയും കൊങ്ങായ്ക്ക് പിടിച്ച് കുത്തിന് പിടിച്ച് വികസനം നടത്തുന്ന മുൻ MLA കാലത്ത് ഞാൻ വന്നതിന് ശേഷം ഇപ്പൊ കെട്ടിടം പണിത് കോസടി ട്രൈബൽ ഗവൺമെന്റ് UP സ്കൂൾ 2014 പൈസ അനുവദിച്ച അന്ന് MLA VC ജോർജ് 2018 ആയപ്പോഴത്തേന് ഭാഗികമായിട്ട് പണിത് ഉപേക്ഷിച്ചു പോയി. പിന്നീട് 3 കൊല്ലം കൂടെ അദ്ദേഹം MLA ആയിരുന്നു. അതിനുശേഷം ബാക്കി ഫണ്ടും അനുവദിച്ച് ആ കെട്ടിടം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് ഞാൻ വന്നതിന് ശേഷമാണ്. പനക്കച്ചിറ ഗവൺമെന്റ് സ്കൂളിന് 21 ലക്ഷം രൂപ ഒന്നാം ഗഡുവായി സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് 2015 കൊടുത്തതാണ്. ആ 15 കൊടുത്ത രൂപ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും ആ പൈസ ഹെഡ്മാസ്റ്ററുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. പനക്കച്ചിറ ഗവൺമെന്റ് സ്കൂളിന്റെ ഹെഡ്മാസ്റ്റർ ഞാൻ വന്നു കഴിഞ്ഞ് പുതിയ തുക അനുവദിപ്പിച്ച് 2 കോടി രൂപയുടെ കെട്ടിടം പണി തീർത്തു. ഇപ്പൊ 21 ലക്ഷം രൂപ മറ്റ് കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഉത്തരവായി ആയിരിക്കുക. ഈ നിലയിലാണ് തീക്കോയി ടെക്നിക്കൽ സ്കൂള് 40 കൊല്ലം വാടക കെട്ടിടത്തിലായിരുന്നു. ഇപ്പൊ 7.5 കോടി രൂപയുടെ പുതിയ കെട്ടിടം മനോഹരമായിട്ട് പണി പൂർത്തീകരിച്ചു. മറ്റൊറ്റേകം കാര്യങ്ങളിൽ എല്ലാത്തിലും ഞാൻ പോകുന്നില്ല. ഞാൻ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു പരസ്യ സംവാദത്തിന് ശ്രീ ജയശങ്കർ മോഡറേറ്റർ ആയിക്കോട്ടെ. അദ്ദേഹം PC ജോർജിനെ പുകഴ്ത്തുന്നയാളും ഞാൻ കഴിവുകെട്ടവനാണെന്ന് വിശ്വസിക്കുന്ന ആളും കരുതുന്ന അല്ലെ ആർക്കൊക്കെയോ വേണ്ടി ആരുടെയൊക്കെയോ മെഗാഫോണായിട്ട് ആരുടെയോ ചട്ടുകയായിട്ട് പറയുന്ന ആളാണല്ലോ. അദ്ദേഹത്തെ ഞാൻ വെല്ലുവിളിക്കുന്നു. അദ്ദേഹം മോഡറേറ്റർ ആയിക്കോട്ടെ, ഞാനും വരാം. പക്ഷെ PC ജോർജിനെ കൂടെ വിളിക്കണം. അദ്ദേഹം 30 വർഷത്തിലധികം MLA ആയിരുന്നു. അദ്ദേഹത്തിന്റെ 30 കൊല്ലം കാലം നടന്നു, എന്റെ 3 കൊല്ലക്കാലം നടന്നു. കൂടെ ഒന്ന് തട്ടിച്ചു നോക്കാം. തട്ടിച്ചു നോക്കിയിട്ട് ഞാൻ വളരെ ഉത്തരവാദിത്വബോധത്തോടെ പറയുന്നു, അതിനേക്കാളേറെ വികസനം കഴിഞ്ഞ 3 വർഷം കൊണ്ട് നടന്നിട്ടുണ്ട് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ. നിസ്സംശയം പറയാം. അത് പൂഞ്ഞാറിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ഒരു പരസ്യ സംവാദത്തിന് പൂഞ്ഞാറിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് PC ജോർജ് നടത്തിയ വികസനമാണോ കൂടുതൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ നടത്തുന്ന വികസനമാണോ മികച്ചതെന്നും ജനങ്ങളുടെ ആവശ്യം നടക്കുന്നതെന്നും നമുക്കൊരു പരസ്യ സംവാദം നടത്തിക്കളയാം. അതിന് ഇത്രയൊരു വീഡിയോ ചെയ്യാനുള്ള മഹാമനസ്കത കാണിച്ച ജയശങ്കർ ഇവിടെ 30 പേര് വന്ന് ഒരു സമരം നടത്തിയപ്പോൾ അതിനെ ഏതാണ്ട് ആഗോള സംഭവമാക്കി കണ്ടുകൊണ്ട് ഇത്ര പ്രചണ്ഡമായ പ്രചാരണവുമായി ഇറങ്ങിത്തിരിച്ച ബഹുമാന്യനായ ജയശങ്കർ അതിനൊന്ന് മുൻകൈ എടുക്കണം. അതിന് ഞാൻ അദ്ദേഹം വിളിക്കുന്ന ഏത് വേദിയിലും ഏത് സമയത്ത് ഏത് ദിവസവും വരാൻ തയ്യാറാണ് എന്നുകൂടി അറിയിച്ചുകൊണ്ട് വിനയപുരസരം ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.